കള്ളി പറിക്കാൻ പറ്റില്ല. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് അരിട്ടാപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മധുരയിലെ അരിട്ടാപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അരിട്ടാപ്പെട്ടി എന്ന സ്ഥലത്തെ കാഴ്ചകളൊക്കെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മോടൊപ്പം ആൻഡ്രയുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ മണിയണ്ണനുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. കുഞ്ഞു പാറ വരുന്നുണ്ട്. ചരിഞ്ഞിട്ടില്ല. കറക്റ്റ് 90 ഡിഗ്രി കോണം, 90 ഡിഗ്രി കറക്റ്റാ വലിയ പാറ ഇതുണ്ട്. അവിടെ നോക്കി, ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ കുറേ ചെറിയ ചെറിയ പാറകളും വലിയ വലിയ പാറകളൊക്കെ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്, മറിഞ്ഞു വീഴാറായിട്ട്. പക്ഷേ ഇതുവരെയായിട്ട് അത് മറിഞ്ഞു വീണിട്ടില്ലെന്ന് പറഞ്ഞ്. എന്തായാലും ആ ഒരു സംഭവം കൊള്ളാം. ഇപ്പോൾ വീഴുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്, പക്ഷെ അത് വീഴില്ല എന്നാണ് പറയുന്നത്. ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ തന്നെ. ഇതുമാതിരി തന്നെ ഇരിക്കും. എന്തായാലും കൊള്ളാം. ഈ ഒരു പഴയകാല ഒരു ക്ഷേത്രം, അതോടൊപ്പം തന്നെ ഇതിന് ചുറ്റും സ്ഥിതി ചെയ്യുന്ന ഈ പാറയും പാറക്കൂട്ടങ്ങളും കൃഷിയിടങ്ങളും അതോടൊപ്പം തന്നെ വെള്ളമൊക്കെ കാണാൻ നല്ല രസമാണ്. അധികം ആൾക്കാരില്ല, എന്തായാലും പൊതുവെ ഇന്ന് തിരക്ക് കുറവാണ്. ഇതുകൊണ്ട് ഇവിടെ ഒരു പാറ നിൽക്കുന്നത് ഇപ്പോൾ വീഴും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒന്ന് കയറി കാണിച്ചേ. വേണ്ട, തല വീഴും. നീ പോരെ. മഴ പെയ്യുമ്പോഴത്തേന് എൻ്റെ കീഴ പൊന്നാൽ മതി അല്ലേ? ഒട്ടും നനയല്ലോ, കുട പോലെ നിൽക്കുമല്ലോ. ആ, എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. വേറെ ലോകത്തേക്ക് എത്തി. എലിയാൻസ് ഇവിടെ വരുന്നുണ്ട് പറയുന്നുണ്ട്. എലിയാൻസ് ഈ മലയിൽ വരുന്നുണ്ട് പറയുന്നുണ്ട്. അവരാ ഈ പാറയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് പറയുന്നല്ലേ. ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട്. നല്ല രസമുണ്ട് ഇതിങ്ങനെ നടക്കാനായിട്ട്. ഇതിലൂടെ ഈ പാറയുടെ ഒരു ഷേപ്പൊക്കെ കണ്ടോ? ഇതിൻ്റെയൊക്കെ മുകളിലൊക്കെ ആൾക്കാർ കയറുന്നുണ്ട്. അവിടെയൊക്കെ നോക്കി ആൾക്കാർ വന്നും പോയി നിൽക്കുന്നുണ്ട്. ആൾക്കാരുണ്ടല്ലോ, ആട് മാടൊക്കെ മേയ്ക്കാൻ. അവിടെ ആ പാറ കണ്ട എങ്ങനെ ചരിഞ്ഞിട്ടില്ലല്ലോ. മുകളിലേരി കാണുമ്പോൾ അതിന്റെ രീതി കാണാം. ഓ അല്ല, ഇവിടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആ, മനസ്സിലാകുന്നത് കൊള്ളാം. ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം വെച്ചാൽ ഇങ്ങനെ താഴെ വരും. അതെങ്ങനെയാണ് വെയിറ്റിൽ നിൽക്കുന്നത്? അതൊരു ചോദ്യം. ഇവിടെ ഭൂവിയീർപ്പ് വിഷയം മാറുപെടുത്. ഇവിടെ ഭൂവിയീർപ്പ് വിഷയം മാറും. അത് വലിയൊരു ചോദ്യമാണ്. നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഉരുണ്ട് താഴേക്ക് പോരും. പക്ഷേ എങ്ങനെയാണ് ആ പാറ അവിടെ നിൽക്കുന്നതെന്നുള്ള ഒരു ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം എന്തായാലും ഇത് ഉരുണ്ട് പോരേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അതെങ്ങനെയോ അത് അവിടെ പിടിച്ചിരിക്കുകയാണ് അല്ലേ? അതൊരു എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും കൊള്ളാം. നമ്മളിനിയിപ്പോൾ ഇങ്ങനെ നടന്ന് ഇതിലേ കൂടെ പോയി ആ ഒരു പാറയുടെ മുകളിലൊരു ഗുഹയുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഇതിൽ നടന്നു പോകാനായിട്ട്. എന്തായാലും രസമായിരിക്കും. അതിൻ്റെ മുകളിൽ കയറി കഴിയുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് വേറെ ലെവലായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. ആൻഡ്രോയും അണ്ണനോടൊക്കെ മുന്നിലേ നടന്നു പോകുന്നു. നമുക്കിനി ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു വേണം അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനായിട്ട്. ഏറ്റവും ടോപ്പിൽ പോയിട്ട് നമുക്ക് ആ ഒരു ഗുഹ കണ്ടിട്ട് വരാം എന്തായാലും. ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമല്ലോ. സിനിമ ഷൂട്ടിങ്ങിന് സോങ് ഒക്കെ പടം എടുത്തിട്ടുണ്ട് ഇവിടെ. അതെ അല്ലേ? അല്ല, സോങ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം. നല്ല രസമുള്ള നോക്കി കഴിഞ്ഞാൽ. ആൾക്കാർ വന്ന് കളിഞ്ഞാല് ചോദിക്കും. ഓ, അതാണ് നമ്മുടെ കൂടെ കൂടി ആൾക്കാർക്ക് വരാൻ പറ്റുള്ളൂ. ഓ, അല്ലെങ്കിൽ പൈസ നമ്മുടെ നിന്ന് മേടിച്ചിട്ട് പോകും. അതെ അതെ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ കല്ലുകളൊക്കെ നിൽക്കുന്ന വയ്ക്കുക എന്നാ രസമാണ് കാണാനായിട്ട്. എൻ്റെ പൊന്നോ. അതേ ഒരു കല്ല് അവിടെ എണീറ്റ് നിൽക്കുന്നു. പക്ഷെ അതെങ്ങനെ നിൽക്കുന്നത് ആർക്കറിയാം? അത് കുറച്ചൊന്ന് നടന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് കുറച്ച് മുன்னாടി പോയിട്ട്. എൻ്റെ തന്നെ ഒരു മുകളിൽ കയറുന്നില്ല. ഈ തൊട്ട് അടുത്തിരുന്ന് പോയി നോക്കാം. ഒരു കല്ല് എണീറ്റ് നിൽക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ തന്നെ
ഇതൊക്കെ ആരും ഇങ്ങനെ നോർത്ത് വെച്ച് ആ അതെ എൻ്റെ പൊന്ന് മതി. പുൽത്തകടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല രസമാണ്. ഹായ്, എല്ലാം കൊണ്ടൊരു വെറൈറ്റി ആയൊരു സ്ഥലം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം കേട്ടോ. വന്നതിൽ ആ ഒരു ക്ഷേത്രവും അതോടൊപ്പം തന്നെ ഈ ഒരു കല്ല് എണീറ്റ് നിൽക്കുന്നു. പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല അതെങ്ങനെ നിൽക്കുന്നതെന്നുള്ളത്. ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ നാലോചിച്ച് നോക്കി. എൻ്റെ പൊന്നെ മതി. ആ ആ അതെ 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 ആ കറക്റ്റ് ഒരു പീസ് ഒന്നും ഇരിക്കുന്ന പോലെ അല്ലേ. ഈ ഒരു ഇതുണ്ടല്ലേ, ഇത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത്. ആ ഒരു പാറ കുത്തനെ എണീറ്റ് നിൽക്കുന്നു. ആ ശരിയാ, ആ ട്രെയിനിന്റെ ബോഗി പോലെ. 4 5 6 7 ആ കറക്റ്റിന് അടക്കി വെച്ചേക്കല്ലേ. അണ്ണ ഇതെല്ലാം പഠിച്ചിട്ടിരിക്കുമല്ലേ. കൊള്ളാം എന്തായാലും. നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മളൊന്നും ഇല്ലാത്ത പോലെ അല്ലേ എൻ്റെ നമ്മളൊക്കെ ഏതാണ്ട് വേറെ ഏതോ അനുഗ്രഹത്തിലേക്ക് എത്തിയ പോലെ ഉണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ. എൻ്റെ എന്തൊക്കെ സംഭവങ്ങളല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണേണ്ടതല്ലേ. യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് അനവധി അത്ഭുതങ്ങളും അനുഭവങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ പാറയൊക്കെ കണ്ടോ, കൊള്ളാം. ഇങ്ങനെ വെട്ടി 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 ഇട്ട്. അതെ, വെട്ടി വെട്ടി ഇട്ടേക്കുന്നവരുണ്ട്. ആരുണ്ട് കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളായിട്ട് ആരോ കൊണ്ട് ഇവിടെ പെറുക്കിയിട്ട് പോലെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. വാവ്, അവിടെ പാറ കണ്ടോ, അമ്പലത്തിൽ നിന്നോ പാറ. ആ താഴെ വിളുകാതെ എന്താ പറയുക, ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടില്ല സ്ഥലം, കണ്ണിന് പോലും കാണാൻ പറ്റാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ്. അപ്പോൾ ക്യാമറയിൽ എത്രമാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റും. അത്ഭുതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. നമ്മളിപ്പോൾ നടന്ന് ഏകദേശം 3/4 ഭാഗമായി. ഇനി കുറച്ചുകൂടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിലെത്തും. അവിടെയായിട്ടാണ് ആ ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നതെന്നാണ് അണ്ണൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളിതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അമ്പലം. നമ്മളിതിലെ ഇങ്ങനെ നടന്ന് ഈ പാറയുടെ ഇടയിലൂടെ ഇങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനെ ഇനി അതിൻ്റെ ടോപ്പിലേക്ക് പോകണം. ഇവിടെ കണ്ടോ, ഇതൊക്കെ എങ്ങനെയാണോ മറിയാതെ നിൽക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ വലിയ പാറയൊക്കെ അനങ്ങാതെ എങ്ങനെ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ പുറയിലാണെങ്കിൽ വേറൊരു പാറ വന്ന് ഇങ്ങനെ തട്ടി നിൽക്കുന്നു. കുറേ ചെറിയ ചെറിയ പീസുകൾ അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നു. കണ്ടോ, ഇവിടെ കണ്ടോ ഒരു കൈ പോലെ, നമ്മുടെ കൈയുടെയൊക്കെ ഉള്ളം കൈയില്ലേ അതുപോലെ കണ്ടൊരു സംഭവം നിൽക്കുന്നത്. അതിനകത്താണ് ഈ ഒരു പാറ നിൽക്കുന്നത്. കുറേ പീസുകൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇത് വലിയൊരു പാറ. ഇത് ആകെ ഇവിടെ ഒരു പിടുത്തം മാത്രമേ ഉള്ളൂ. താഴേക്ക് നോക്കിയോ, കണ്ടോ ഇവിടെ നോക്കിയേ. ഇതിങ്ങനെ ഉരുണ്ട് താഴേക്ക് പോകേണ്ടതാണ്. എങ്ങനെയോ ഇത് സംഭവം നിൽക്കുന്നുണ്ട്. കണ്ടോ, എല്ലാം പറയാണ്ടോ? അല്ല, ഇതിനെക്കുറിച്ച് എല്ലാം പറയണ്ടേ, പാറ ഇങ്ങനെ നിൽക്കുന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം? എന്തൊക്കെയാണ് നമ്മൾ കാണേണ്ടത്? എൻ്റെ പൊന്നെ, അങ്ങോട്ടൊക്കെ നോക്കിയേ. അതെ അതെ അതെ, പ്രകൃതിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. വേറെ എന്താ പറയാനുള്ളത്, വാക്കുകളില്ല. ഇതുണ്ട് വെള്ളം ഒഴുകി പോകുന്നത്. ഇത് ആ കാണുന്ന ചാലിലൂടെ വെള്ളം അങ്ങ് ഒഴുകിപ്പോവും. എവിടെ നിന്നാണ് വെള്ളം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണൻ ഇവിടുന്ന് വെള്ളം കോരി വിടുന്നതാണ്. പാറയുടെ തൊട്ട് മുകളിലായിട്ട് അത്യാവശ്യം നല്ല ഒരുപാട് ആഴമുണ്ട്. നല്ല താഴ്ചയുണ്ട് കേട്ടോ. ഈ കാണുന്ന വെള്ളത്തിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോയത്. 365 ദിവസം വെള്ളം ഉണ്ട് ഇവിടെ. 365 ദിവസവും ഇവിടെ വെള്ളം കാണും എന്നാണ് അണ്ണൻ പറയുന്നത്. അല്ലോ, വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഒഴുകിപ്പെട്ട് താഴേക്ക് പോകണ്ട. നല്ല ആഴമുണ്ട്, അങ്ങോട്ടൊന്നും ചടിയേക്കല്ലേ, ഉള്ള പോവും.
ഇതുകൊണ്ട് നമ്മൾ താഴേന്ന് കണ്ട ഒരു പാറയാണ്. അതെ, അണ്ണൻ അതിൻ്റെ കീഴെ നിൽക്കുകയാണ്. ഈ ഒരു പാറ നിൽക്കുന്ന നോക്കി, എങ്ങനെയാ നോക്കി ഇത്. ഇത് നിൽക്കുന്ന ഒരു സ്ഥലവും ഇത് ഉരുണ്ടു പോകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഇത്രയും വർഷമായിട്ട് ഈ ഒരു പാറ ഇവിടെ തന്നെ നിൽക്കുകയാണ്, അനക്കം പോലും ഇല്ലാതെ. ആ പാറ നിൽക്കുന്ന നോക്കി, അതും വിശ്വസിക്കാൻ പറ്റുമല്ലോ. അതൊക്കെ എങ്ങനെ നിൽക്കുന്നു ആലോചിച്ച് നോക്കി. ആ പാറ മറ്റേ പാറയായിട്ട് ഒരു ബന്ധം പോലില്ല. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ചെരിഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ ആ ആദ്യം കണ്ട പാറയാണ്. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞപ്പം ആദ്യം കണ്ട പാറയാണത്. ഏറ്റവും ടോപ്പിൽ ചെറിയൊരു പാറ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ കിടക്കാം കേട്ടോ. അടിപൊളി, വേറെ ഏതോ ലോകത്തെത്തിയ പോലെ ആയിപ്പോൾ. മലയുടെ ഏകദേശം ടോപ്പിലെത്തി. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്നൊക്കെ കാണാൻ സാധിക്കും. ശരിക്കും നമ്മൾ ഗ്രാനൈറ്റ് മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് കീഴിലായതുകൊണ്ട് ഇവിടെ ആരും ഗ്രാനൈറ്റ് ഒന്നും കട്ട് ചെയ്യാനായിട്ട് വരുന്നില്ല. അതായത് ഈ പാറ കട്ട് ചെയ്യാനായിട്ട് വരുന്നില്ല. ഓ, അത് പ്രൈവറ്റ് ഭൂമി ആയതുകൊണ്ടാണ് അവിടെ ഈ പാറ കട്ട് ചെയ്ത് ഗ്രാനൈറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത്. പൊതുവെ അറിയപ്പെടുന്ന ഒരു സ്ഥലമല്ല ഇത്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കൽ, ഈ മധുരയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. കാരണം ഇങ്ങനെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വേറെ ഒരു സംഭവം തന്നെ. അണ്ണൻ പോലെ തന്നെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം വരുമ്പോൾ അണ്ണന് പറയുന്നത് ഈ ഒരു സ്ഥലം ഒരു രക്ഷയില്ല, ഇടിയിലാണെന്ന് പറയുന്നത്. എല്ലാവരും കാണണം അണ്ണൻ പറഞ്ഞ. അതുകൊണ്ടാണ് അണ്ണൻ ആദ്യം എന്നെ വിളിക്കുമ്പോൾ പറയുന്നത് നമുക്ക് ഈ ഒരു ക്ഷേത്രവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ ഒരു ഗ്രാമവും ഈ ഒരു മലയുടെ മുകളിലും കയറണം, അതൊരു വേറെ ലെവൽ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. കാരണം ഇങ്ങനെ ഒരു സ്ഥലം വേറെ ലോകം തന്നെ. എന്തായാലും കൊള്ളാം, വരിക. ഏകദേശം 10-25 കിലോമീറ്റർ മധുരയിൽ നിന്ന്, അല്ലേ? 23 കിലോമീറ്റർ മധുരയിൽ നിന്ന് ഈ പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്കുള്ളൂ. അപ്പോൾ എന്തായാലും വരിക. എന്തായാലും ഈ ഒരു അടിപൊളി സ്ഥലം എന്തായാലും നിങ്ങളും വന്ന് ആസ്വദിക്കുക. அந்த பூ பாத்தீங்கன்னா அதான் செங்காந்த மலர்னு சொல்லுவாங்க. இது தமிழ்நாட்டோட மலர் சொல்லுவாங்க. தமிழ்நாட்டோட ஃப்ளவர். ஒவ்வொரு மாநிலத்துக்கும் ஒவ்வொரு ஃப்ளவர் இருக்கும். இப்ப கர்நாடகாவுக்கு ஒரு ஃப்ளவர் இருக்கும், கேரளாவுக்கு ஒரு ஃப்ளவர் இருக்கும், ஆந்திராவுக்கு ஒரு ஃப்ளவர் இருக்கும். அது மாதிரி தமிழ்நாட்டுக்கு இந்த மலர் தான் செங்காந்த மலர்னு சொல்லுவாங்க. சரி சரி சரி. இந்த மலர் வந்து இந்த பூவை பத்தி சொல்லணும் பாத்தீங்கன்னா நிறைய சங்க இலக்கியங்கள்ல இந்த பூவை பத்தி நிறைய விவரிச்சிருக்காங்க. இத நீங்க வெயில்ல பாத்தீங்கன்னா தீ எரிகிற அந்த ஜுவாலை போல தெரியும். ஓகே ஓகே. നല്ല സുഖമല്ലേ ഇവിടെ ഇരിക്കാനല്ലേ? നല്ല കാറ്റ്, ആ എ സി പോലെ ഇരിക്കും. ഞങ്ങൾ ഈ പറഞ്ഞ പല ഗുഹകളിലും പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ്. എല്ലാ ഗുഹകളിൽ കയറി കഴിഞ്ഞാലും നല്ല രസമാണ്, തണുപ്പ്. ഇപ്പൊ സമനാർ മലയിലുണ്ട്, യാനിമലയിലുണ്ട് ഇതുപോലെ. പക്ഷേ ഈ മലയുടെ സീനിക് ബ്യൂട്ടി ഉണ്ടല്ലോ, അത് വേറെ ലെവലാ. വേറെ ലെവൽ തന്നെയാട്ടോ. അതോടൊപ്പം തന്നെ തൊട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാടങ്ങളും നെൽപ്പാടങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് തെങ്ങും തോപ്പുകൾ, കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ബാക്കിലായിട്ട് വലിയൊരു മല നിൽക്കുന്നു. ഇവിടെ എല്ലാം ഓരോ പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ വീഴാറായി നിൽക്കുന്നു. എന്തായാലും ടോട്ടലി നല്ല അടിപൊളി ഒരു സ്ഥലം. അപ്പൊ ഏകദേശം നമ്മൾ ലാസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടും പോകാൻ വേണമെങ്കിൽ അല്ലേ? അങ്ങോട്ട് പോകാം, പക്ഷെ ഒന്നും കാണാനില്ല. ഇതുപോലൊക്കെ തന്നെയുള്ളൂ. ഈ ഒരു ഗുഹയാണ് അവസാനമായിട്ടും അല്ലേ? ഇവിടെ ഒരു ഗുഹയാണ് മെയിനായിട്ട്. അത് കുറച്ച് ദൂരം അകത്തേക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിന്റെ അപ്പുറത്ത് വരെയൊക്കെ വേണമെങ്കിൽ പോകാം അല്ലേ? എന്തായാലും കൊള്ളാം. നമുക്കിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, അതിനുള്ള സമയം നമുക്കില്ല. കൊണ്ട് ഇവിടെയൊക്കെ ഈ പാറയുടെ ഒരു ഭംഗി കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. വാവ്, ഇതിലെ വഴി ഇരിക്കാ എൻ്റെ പൊന്നെ. കണ്ടോ, ഇതുപോലെ നമുക്ക് കുനിഞ്ഞ് വേണമെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് സാധിക്കും. കണ്ടോ, അതിൻ്റെ കുനിഞ്ഞ് പോകുന്നുണ്ടോ? അതുപോലെ പാറയ്ക്കുള്ളിലൂടെ നമുക്ക് ഈ ഗുഹയ്ക്കകത്തോടെ നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ സാധിക്കും. ഓഹോ, പേടിയില്ലല്ലോ? ഉണ്ടെങ്കിലും പറയേണ്ട കാര്യമില്ല, അപ്പുറത്തേക്ക് എത്തിയാൽ മതി. അപ്പുറം പോയി. അൻ്റെ അങ്ങനെയുണ്ട്. കാണാനും നല്ല ദൈവമേ. ഇങ്ങനെ പണ്ട് മറ്റേ മുനിവന്മാര് ചിത്തന്മാരുടെ ഇവിടെ വന്ന് ദവം ചെയ്തിട്ടുണ്ട്. അതെല്ലേ? ഓ കൊള്ളാം. എന്തായാലും സംഭവം അടിപൊളിയാണ്. അല്ല, ഇത് കണ്ട, ഇതൊരു പാറയാണ്, അതൊരു പാറയാണ്, ഇതൊരു പാറ, 3 ഉണ്ട് ഇവിടെ. ഓക്കെ. ഒരു ചെറിയ കൊട്ടാരം പോലെ തന്നെ ഇത്. അതെ, ഒരു കൊട്ടാരം പോലെ ഉണ്ട് ഈ ഒരു സ്ഥലം. இதுல பாத்தீங்கன்னா இந்த பக்கம் ஒரு பாறை, இதுல ஒரு பாறை, அங்க ஒரு பாறை, உள்ள ஒரு பாறை. இது பார்க்க ஒரு சின்ன ஒரு அரண்மனை மாதிரி இருக்கும். பார்க்கறதுக்கு அதாவது ரொம்ப மழை பெஞ்சாலும் இங்க வந்து தங்கிக்கலாம்.
ஓகே ஓகே. மழை பெஞ்சு தங்கிட்டாலும் நம்ம இது பண்ண மாட்டோம், நனைஞ்சு போயிட மாட்டோம். அந்த மாதிரி ஒரு இடம் தான். இந்த இடத்துல வந்து பழைய முனிவர்கள் இவங்கெல்லாம் வந்து இங்கே தவம் பண்ணி சித்தர்கள் இருக்கிறதா சொல்றாங்க இந்த ஏரியால. இன்னமும் அந்த இங்க வரதா சொல்றாங்க, நடமாடுறதா இந்த ஏரியால இன்னும் மக்கள் சொல்றாங்க. ஓ. இது ஒரு கொடி வகையை சேர்ந்தது. இது பாத்தீங்கன்னா வந்து கிராமங்கள்ல விறகு கட்டுறதுக்கு இது பண்றதுக்கு இந்த கொடியை தான் வச்சு கட்டிட்டு போவாங்க. இந்த கொடி இந்த பாத்தீங்கன்னா இந்த இருக்கும், இந்த மாதிரி இருக்கும், இந்த இருக்குல்ல, ரொம்ப ஸ்ட்ராங்கா இருக்கும். நீளமா வரும். இது உடைச்சா உடைக்க முடியாது, நல்லா ரப்பர் மாதிரி இருக்கும். பார்க்கறதுக்கு பிளாஸ்டிக் மாதிரி இருக்கும். அதோட அந்த விதைகள் இருக்கு. பூ வந்து ஒரு வெள்ளை கலர்ல பூ பூக்கும். அது வந்து கிராமங்கள்ல வந்து விறகு கட்டுறதுக்கு இதுக்கு இந்த கொடியை பயன்படுத்துவாங்க. എന്താണ് മിസ്റ്റർ ബി ബ്രോ അവിടെ പരിപാടി? ഞാൻ പറഞ്ഞില്ലേ ഇതിന് അടവച്ചിരിക്കുന്ന കല്ല്, ആ കല്ല് ഊരിയെടുത്ത ഈ കല്ലാണ്. ഇപ്പൊ ഞാൻ കാലം നിർത്തിയിരിക്കുക, കാലിൽ ചവിട്ടി നിർത്തിയേക്കാം. ഈ കല്ലുള്ളതുകൊണ്ട് താഴെ പോകത്തെ. ഇന്നസെന്റ് പറഞ്ഞ എനിക്ക് ഓർമ്മിരിക്കുന്നത് വെറുതെ അല്ല ഈ സാധനം പൊങ്ങാത്തെന്ന് പറഞ്ഞാലേ. എന്തായാലും കൊള്ളാം. ഇതൊരു സംഭവം തന്നെ കേട്ടോ. നമ്മള് എത്ര ചിന്തിച്ചാലും ഇതിനൊരു മറുപടി എനിക്ക് കിട്ടുന്നില്ല. ഉത്തരവില്ല. എങ്ങനെ കണ്ടുപിടിക്കാൻ ഇതിന് ഉത്തരം എനിക്ക് അറിയത്തില്ല. കാരണം ഈ ഒരു പാറ ഇതുപോലത്തെ ഈ ഒരു ഒരുപാട് പാറ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ എത്ര കിലോ ഉള്ള പാറ അവിടെ നിൽക്കുന്ന നോക്കി. അതൊന്നും വീഴാതെ ഇതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് ചെറിയൊരു ഫ്രിക്ഷൻ അടിയിൽ കിട്ടണ്ടായിരിക്കും, അത് കാരണം അങ്ങനെ നിൽക്കേണ്ടത്. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഒരു ഭൂമികൾക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയാ വേറെ എന്തെങ്കിലും പ്രതിഭാസങ്ങൾ മൂലം ഇത് താഴേക്ക് പോകാൻ വല്ലേ? അത് ഇത്ര കൊല്ലങ്ങളായിട്ട്, എത്ര വർഷമായിട്ട് എത്ര പ്രാവശ്യം ഭൂമികൾക്ക് വന്നു. അതിനിടയ്ക്കൊക്കെ ഇത് താഴേക്ക് പോകാൻ. അതാണ് അണ്ണൻ പറഞ്ഞത് ദൈവം ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നു. അതെ അതെ അതെ. നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു സ്ഥലത്താണ് ഇന്ന് എത്തിപ്പെട്ടത്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സ്ഥലമായിരിക്കും. ഞാനൊരു ക്ഷേത്രം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് നമ്മൾ പോയ സമ്നാർമലയെ പോലെയോ അല്ലെങ്കിൽ യാനിമലയെ പോലെയൊക്കെയാണ് എന്നുള്ള വിചാരിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ എൻ്റെ ഡിഫറെന്റ് ആയിപ്പോയി, എല്ലാം മാറ്റിമറിച്ചു. അണ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്ഥലം വേറെ ലെവലാണ്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. തള്ളി പറിക്കാൻ പറ്റില്ല. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ലോക അത്ഭുതങ്ങളിലെ ഒരിടവായിട്ട് ഇത് പ്രഖ്യാപിക്കേണ്ടതാണ്. എല്ലാ പാറയും താഴേക്ക് വീഴാറായി നിൽക്കുന്നത്, പക്ഷെ ഒരെണ്ണം പോലും ഇവിടെ നിന്ന് അനങ്ങുന്ന പോലില്ല. ചെറിയ കല്ല് പോലും ഇവിടെ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ஒன்றும் பண்ணாது. 2 காலம் வளர்க்குறீங்களா? விற்கிறதுக்கா நீங்க வளர்த்து ஜல்லிக்கட்டு தான். நீங்க அங்க கீழக்கோயில்குடியில் எடுத்தீங்கல்ல, இது சின்ன காளை, ரெண்டுமே கருப்பு காரி. இதுக்கு என்ன பேரு? காரி காளை தானே? இதுக்கு பேர் இன்னும் வைக்கல நீங்க. 2 பேர் கருப்புன்னு வச்சிருக்கீங்க. இது ஜல்லிக்கட்டு காளை தானே? இது கருங்காரி. ജല്ലിക്കെട്ട് തന്നെ വളർത്തറേ. ഓക്കെ. ഇതിപ്പോ എത്ര മാസമായിടും? കുഞ്ചു തന്നെ? കുഞ്ചു ഒരു വയസ്സായിട്ട്. ഓക്കെ ഓക്കെ. എത്ര വയസ്സായിടുമ്പം ജല്ലിക്കെട്ടിന് പോകും? 3 വയസ്സാ? ഓ அப்படியா? 3 வயசாகும். திமிழ் வந்து என்ன வரணும், அவங்க பயிற்சி கொடுப்பாங்க தண்ணியில குத்துலப்ப மேடு மண்ணை போட்டு அதை மண்ணை வந்து அதுல விடுவாங்க. இங்க அதிகமா அரட்டாப்பட்டில நிறைய காளைகள் இருக்கு. அதான் பாத்துருக்கேன் நான். கொம்பு நல்ல ஷார்ப்பா இருக்கு. இது எந்த கடையில வாங்குனீங்க? வாடி சந்தையில வாங்குனீங்களா? கிடைக்கலையா? நல்லா நீட்டு போக்கா இருக்கு. அது பாக்குறது வருங்க, நம்ம பிடிக்க வருவானா வந்தா குத்தலான்னு பாக்குறது. அது இந்த மாதிரி மாடு தான் வந்து உங்களுக்கு ஜல்லிக்கட்டுக்கு நல்லா இது பண்ணும்.
இளைஞர்கள் வாலிபக்கல் வாலிபக்கல் இல்ல அன்னைக்கு வந்து பொண்ணு இதை தூக்கினா தானே பொண்ணு திருவம் சொல்லுவாங்க. அது பொண்ணு திருவம்னு சொல்றது அது ஒரு காலம். ஆனா இது வந்து எப்படின்னா இளைஞர்கள் வந்து தன்னுடைய பலம் நிரூபிக்கக்கூடிய ஒரு கல். இந்த கல் வந்து ஆமா வாலிபக்கல். அதாவது இது மற்ற ചെക്കന്മാരല്ലേ ചെക്കന്മാരുടെ അവർ ശക്തി നിരൂപിക്കக்கூடிய കല്ലാണ്, സ്റ്റോണാണ് ഇത്. പഴയ കാലത്തില് ഇത് പഴയ കാലത്ത് കല്ലാണ്. പക്ഷെ ഇത് അവർ തൂക്കി അവരുടെ ശക്തി നിരൂപിക്കണം. ഇങ്ങനെ തൂക്കി ഇങ്ങനെയൊക്കെ വലിച്ച് ചെക്കന്മാരുടെ ഏജ് വയസ്സ് കൊണ്ട് ഇങ്ങനെ പറയും 25, 30, 35 അങ്ങനെക്കുള്ള എല്ലാവർക്കും എല്ലാ തരത്തിലും കല്ലുണ്ടാകും. പക്ഷെ അത് തൂക്കറ കല്ലുണ്ടാകും, ഇത് തൂക്കറുണ്ട്. ഇപ്പൊ ഇവിടുത്തെ പെങ്ങളും ഈ കല്ലൊക്കെ തൂക്കാറുണ്ട്. അങ്ങനെ പെങ്ങളും തൂക്കും. എന്റെ ഒന്ന് തൂക്കിക്ക് ആന്റോയ്ക്ക് ശക്തിയോടെ നോക്കട്ടെ. ആന്റോയ്ക്ക് അത് പറ്റും. അത് പറ്റൂല. അത് പറ്റും, ആന്റോയ്ക്ക് പറ്റും. അല്ല പറ്റില്ല. ഉടഞ്ഞു. അല്ല ഇത് ഇങ്ങനെ എടുക്കുക, കൈ കൊണ്ട് എടുത്താൽ മതി. ഇങ്ങനെ ഇടണം. ഒരാളെങ്കിലും ഒരാൾ കാണിച്ചില്ലേ? ആന്റെ തോറ്റു പിന്മാറിയിരിക്കുകയാണ്. അല്ല ഇതിപ്പോ ഇങ്ങനെ പൊന്തും. എങ്ങനെ പൊന്തും? അന്ന കൈ കൊണ്ട് ഇങ്ങനെ ആക്കണം. നോക്കട്ടെ, എന്നാലും അത് പൊക്കം നോക്കട്ടെ. പിടിക്കാൻ പറ്റില്ലേ? ഇല്ലേ? പറ്റും. അത് ഇങ്ങനെയൊക്കെ 3 കാലും കൂട്ടി പിടിക്കണം. കാലും കൂട്ടിട്ട് പിടിക്കണം. ഇങ്ങനെ പിടിക്കണം. സപ്പോർട്ട് എടുക്കണം. നമ്മളങ്ങനെ അരിട്ടാപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് നേരെ തിരിച്ച് മധുര ടൗൺ വഴി നേരെ ഈ പറഞ്ഞ മണിയണ്ണന്റെ വീട്ടിലേക്ക് വന്നു. നമ്മൾ താമസിച്ച ശാന്തി ഹോട്ടലിന്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്കിന്ന് വീട്ടിൽ കിടക്കാം എന്ന് പറഞ്ഞ് നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ വീടാണിത്. അദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു. ഇവിടെ നമുക്ക് വേറൊരാളോട് പരിചയപ്പെടാറുണ്ട്. കാണിച്ചു തരാനാണ് നമ്മുടെ കേബിൾ രാജ അണ്ണൻ ഇവിടെ നിൽപ്പുണ്ട്. അണ്ണന്റെ വീടും ഇവിടെ അടുത്ത് പക്കത്തിൽ തന്നെയല്ലേ? അണ്ണന്റെ ബ്രദറാണ് മണിയാണ്. അണ്ണനും ഇവര് റിലേഷൻ ഉണ്ട്. അങ്ങനെയാണ് നമ്മളെ വിളിച്ച് പരിചയപ്പെട്ടത്. ഇന്ന് നമ്മൾ മണിയണ്ണന്റെ വീട്ടിൽ നിൽക്കാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കാറുണ്ട്. അണ്ണൻ പറഞ്ഞു ഒരുപാട് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഡ്രസ്സൊക്കെ അലക്കിയിട്ട് രാവിലെ പോകാന്ന് പറഞ്ഞു. രാവിലെ മണിയണ്ണന് രാമേശ്വരം പോവാണ്. അപ്പൊ ഞങ്ങൾ ഓർത്തുന്നാ പിന്നെ നമുക്കിനി രാമേശ്വരം പോവാം. അണ്ണന് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആകുമ്പോ അണ്ണനെ കൂട്ടിയതേ അണ്ണൻ അടുക്കളയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ചായ കുടിച്ചിട്ട് നിൽക്കുവായിരുന്നു. അപ്പൊ എന്തായാലും അണ്ണനെ കൂടി നമുക്ക് രാവിലെ വെളുപ്പിന് ഇവിടുന്ന് രാമേശ്വരം പോകാമെന്ന് വിചാരിച്ചു. രാമേശ്വരത്ത് അത്യാവശ്യം കുറെ കാഴ്ചകൾ കാണാനുണ്ട്. അതിന്റെ എന്റെ ധനുഷ്കോടിയിലേക്ക് നമുക്ക് പോകണം. അങ്ങനെ ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മണിയണ്ണനെ കൂട്ടി നമുക്ക് കാണാൻ വിചാരിച്ചു. ഇവിടെ അണ്ണന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനുണ്ടോ നമ്മൾ അവിടെ കണ്ട, അതായത് രാവിലെ സൺഡേ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ട സംഭവങ്ങൾ അണ്ണന്റെ പഴയ കാലത്തുള്ള കളക്ഷനാണ്. ഇവരുടെ വീട്ടിലുണ്ടായിരുന്നതാണ് പറഞ്ഞത്. ഇത് നാഴി അല്ലെ? തമിഴിൽ നാളി എന്ന് പറയും, മലയാളത്തിൽ നാഴി എന്ന് പറയും. ഇതൊരു നാഴി, ഒരു നാളി. ഓക്കെ, ഇത് വിളക്ക് തന്നെ? ഇത് വിളക്ക്, ഇത് പണ്ടത്തെ വിളക്ക്. ഇതിന്റെ സൂര്യ വിളക്ക് എന്ന് പറയും. സൂര്യ വിളക്ക്. ഓക്കെ. നാമം. ഓ ശരി. ഇതൊരു വിളക്കാണ്. ഇതെന്താണ് സംഭവം? ഇത് ചെറിയ കിണ്ണം. ചെറിയ കിണ്ണം. ഇത് പണ്ടത്തെ നെയ്യൊക്കെ. ശരി. അതുകൊള്ളാം. അതിനൊക്കെ വെറൈറ്റി ആയിട്ടൊരു സംഭവം ഉണ്ട്, അത് കാണിച്ചുതരാം. ഇത് പാൽച്ചമ്പാണ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ അല്ലേ? ഇത് അതുപോലെ തന്നെ. ഇത് അത് 1 ലിറ്റർ പിടിക്കും. ഇതിനൊക്കെ നല്ല വെയിറ്റ് ആണ്. ഒരാളെ എറിഞ്ഞു വീഴ്ത്താൻ പറ്റും, അത്രയും വെയിറ്റ് ഉണ്ട് ഇതിന്. 3/4 കിലോ. ഇത് 3/4 കിലോ. ഇത് 1/2 കിലോ. ഒരു പാത്രത്തിന്റെ വെയിറ്റ് ആണ്. 3/4 കിലോ, 1/2 കിലോ. അടുത്തതാണ് വെറൈറ്റി ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പുറത്ത് വെളിയിലെ കാഫിയൊക്കെ യാത്രക്ക് ചെയ്യാറുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ കാഫി മേടിച്ച് കുടിക്കുന്ന സാധനമാണ് ഇത്. ഇത് എത്ര വർഷം പഴക്കം? ഇത് കിട്ടത്തട്ട ഒരു 80 വർഷത്തോളം 100 വർഷത്തോളം എന്റെ മുത്തച്ഛിന്റെ അവർക്ക് കൊടുത്തതാണ്. 80 വർഷത്തോളം പഴക്കമുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ സാധാരണ പാത്രം പോലെയല്ല. ചായ കൊണ്ടുപോകുമ്പോ എന്തായാലും തുറക്കട്ടെ. ചായ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തായാലും ഗ്ലാസ് വേണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്
ഗ്ലാസ്, ചെറിയ ഗ്ലാസ് ഇതിനകത്തിരിക്കുന്നുണ്ട്. അപ്പൊ ചായ കുടിക്കുക, ചായ കുടിക്കുക, സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതൊരു സംഭവം വെറൈറ്റി ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പാത്രം കാണുന്നത്. മറ്റൊക്കെ നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്, പൊതുവെ കണ്ടിട്ടുണ്ട്. ഇതങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും കൊള്ളാണ്. ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതിപ്പോ കാണാൻ പോയി ഒരുപാടുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. മുകളിലൊക്കെ കുറെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞേ. ഷോക്കേസിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് എന്താ പറയാ, വെറൈറ്റി ആയിട്ട് സാധനം കണ്ടപ്പോൾ ഇതിനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ കണ്ടോ, ഇതൊരു തവിയാണ്. ഇത് എത്ര വർഷം പഴക്കമുണ്ട്? ഏകദേശം ഒരു 100 വർഷത്തോളം. അമ്മയുടെ മുത്തശ്ശി കൊടുത്തതാണ്. അമ്മയ്ക്ക് മുത്തശ്ശിയാണ്. അമ്മയുടെ മുത്തശ്ശി അമ്മയ്ക്ക് 63 വർഷം വയസ്സ് കഴിഞ്ഞ് അവരുടെ അമ്മയുടെ അമ്മയാണ് കൊടുത്തതാണ്. ഏകദേശം 100 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും കൊള്ളാം. ഒരു തവി നല്ല രസമുണ്ട് കാണാനായിട്ട്. അന്നത്തെ കാലത്തെ ഒരു ഡിസൈൻ. ഇന്നിപ്പോ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കാണാനായിട്ട് കുറവായിരിക്കും. കിട്ടാറുള്ളൂ, പക്ഷെ അതിന്റെ രീതി കാണിച്ചു തരാം. ഇത് പുതിയതാണ്. ഓ ഓക്കെ, പുതിയതാണ്. ഇത് പുതിയ ടൈപ്പാണ്. ഇത് മേടിച്ചല്ലേ? ഇത് മേടിച്ചതാണ്. ഓ മേടിച്ചാണ്. ഇത് പുതിയ ടൈപ്പാണ് പറഞ്ഞോ. ഇത് വ്യത്യാസമുണ്ട്, ഇതിന്റെ പിടികൾ വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടെ ഇത് പോളിഷ് ചെയ്തിട്ടുണ്ട്. വണ്ണം കൂടുതലാണ്, പക്ഷെ ഒരുപാട് ഇത് പഴക്കം നല്ല രീതിയിൽ തന്നെ ചെന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇത് പിന്നെ ഉപയോഗിക്കുന്നില്ല, വെറുതെ ഷോയ്ക്ക് വെച്ചേക്കും അല്ലേ? അല്ലല്ല, ഇവിടുത്തെ നെയ്യൊക്കെ ഇടാറ്. ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലല്ലോ? ഇപ്പൊ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, ഇതുണ്ട്. ഇതും ആ ഒരു മോഡലാണ്. പക്ഷെ ഇപ്പോഴത്തെ ടൈപ്പിൽ അണ്ണൻ പറഞ്ഞത് ഈ ഒരു മോഡലാണ് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ ഒരു ഡിസൈൻ വ്യത്യാസമുണ്ട് ടോട്ടലി. എന്തായാലും കൊള്ളാണ്. അണ്ണന്റെ ആദ്യ കളക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പഴയ കാലത്തും പുതിയതുമായ വ്യത്യാസമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വലിയ സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമന്റ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉഷാറാകട്ടെ. പുതിയ വീഡിയോയുടെ വിശേഷങ്ങളുമായി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അതുവരെ ഏവർക്കും ബൈ ബൈ.